സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് തുടങ്ങി തന്റെ സ്വപ്നങ്ങളെല്ലാം സ്വന്തമാക്കിയ ഒരാളുടെ യാത്രയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ ഇന്നത്തെ സോഴ്സ് വെസ്റ്റീജ് എന്ന കമ്പനിയിലെ വളരെ പ്രമുഖനായ വിവേക് സക്സേനയുടെ ഒരു അഭിമുഖമാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്യം അദ്ദേഹത്തെ പുകഴ്ത്തുക എന്നതിനേക്കാൾ ഈ വിജയത്തിന് പിന്നിലെ ആ ഒരു ഫോർമുല, ആ ഒരു സൂത്രവാക്യം എന്താണെന്ന് കണ്ടെത്തുകയാണ്. ശരിയാണ്. സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ അതിലെ വെല്ലുവിളികളെപ്പറ്റി ആശങ്കയുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ അനുഭവം ചില പുതിയ വഴികൾ കാണിച്ചു തന്നേക്കാം. തീർച്ചയായും. ഈ കഥ തുടങ്ങുന്നത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു ചിന്തയിൽ നിന്നാണ്. ഏത് ചിന്തയാണത്? പഠനം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഒരു ജോലിക്ക് പോകണോ അതോ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണോ? ആ ആശയക്കുഴപ്പ. അതെ, വർഷങ്ങൾ കഴിഞ്ഞ് കിഴിഞ്ഞു തീർക്കുമ്പോൾ അന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയല്ലോ എന്ന് ഖേദിക്കേണ്ടി വരുമോ? ആ ഒരു ഭയം. ശരിയാണ്. ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നാണ് വിവേക് സക്സേനയുടെയും യാത്ര തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. കരിയറിന്റെ തുടക്കത്തില് പ്രായമായ ശേഷം സ്വന്തം തീരുമാനങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് പേരെ അദ്ദേഹം കണ്ടിരുന്നു. തനിക്ക് അങ്ങനെയൊരു അവസ്ഥ വരരുത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അതുകൊണ്ട് ബിസിനസ് തന്നെയായിരുന്നു മനസ്സിൽ. പഠിക്കുന്ന കാലത്ത് ചെറിയ മുതൽ മുടക്കിൽ ചില ബിസിനസ്സുകൾ പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. തുടക്കത്തിൽ ശരിക്കും അതൊരു വിജയമായിരുന്നു. ഓഹോ. പക്ഷേ ഒരു 3-ാം വർഷമായപ്പോഴേക്കും സംഗതി നഷ്ടത്തിലായി. അവിടെയാണ് കാര്യം. ഇതൊരു ചെറിയ സംഭവമായി തോന്നാം, പക്ഷെ അതിൽ നിന്നൊരു വലിയ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അതെ, ആ തിരിച്ചറിവാണ് ഈ കഥയിലെ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ്. സാധാരണക്കാരെന്തുകൊണ്ടാണ് ഒരു ബിസിനസ് തുടങ്ങാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. 1, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. 2, നഷ്ടം വരാനുള്ള വലിയൊരു സാധ്യത, റിസ്ക്. ശരിയാണ്. ഈ 2 കടമ്പകളും കടക്കാൻ മിക്കവർക്കും കഴിയില്ല. അതെ, ഈ ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഈ 2 പ്രശ്നങ്ങളെയും മറികടക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ബിസിനസ് മോഡൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് ഡയറക്ട് സെല്ലിംഗ്. 1998-ൽ ഒരു സുഹൃത്തു വഴിയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ നമ്മളിൽ പലരും ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷെ പലർക്കും അതെന്താണെന്നൊരു വ്യക്തതയുണ്ടാവില്ല. നമുക്കുവേണ്ടി എന്താണ് ഈ ബിസിനസ് മോഡൽ എന്ന് വളരെ ലളിതമായി ഒന്ന് പറയാമോ? തീർച്ചയായും. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് കടകൾ വഴി വിൽക്കില്ല. പകരം ആളുകൾ നേരിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. അതാണ് ഡയറക്ട് സെല്ലിംഗ്. ഓക്കെ. എന്നാൽ അതിന്റെ യഥാർത്ഥ ശക്തി വരുന്നത് അടുത്ത സ്റ്റെപ്പിലാണ്. അതാണ് നെറ്റ്വർക്ക് എന്ന ഭാഗം. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു ടീമുണ്ടാക്കാം. നിങ്ങൾ ആ ടീമിനെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കച്ചവടത്തിന്റെ ഒരു ചെറിയ ശതമാനം കമ്മീഷനായിട്ട് നിങ്ങൾക്കും കിട്ടും. അതായത് നമ്മൾ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നതിന് പകരം ഒരു ടീമിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലം നമുക്ക് കിട്ടുന്നു. എക്സാക്ട്ലി. ഇതിലെ ഏറ്റവും അട്രാക്റ്റീവായ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു സാധാരണ ബിസിനസ് തുടങ്ങുന്ന പോലത്തെ വലിയ മുതൽ മുടക്കോ റിസ്കോ ഇതിനില്ല എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു വ്യക്തിയുടെ കഴിവിനെ മാത്രം ആശ്രയിച്ചല്ല, മറിച്ചൊരു ടീമിന്റെ വളർച്ചയിലൂടെ വരുമാനം കൂട്ടാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതെ. ഈ ഒരു സാധ്യത തിരിച്ചറിഞ്ഞപ്പോൾ വിവേക് സക്സേന എന്ത് ചെയ്തു? അദ്ദേഹം ജോലിക്കൊപ്പം പാർട്ട് ടൈം ആയിട്ടാണോ തുടങ്ങിയത്? തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അതെങ്ങനെ? ഈ സിസ്റ്റത്തിന്റെ ശക്തിയും സാധ്യതയും അത് വളരെ പെട്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. താൻ ഇതുവരെ മനസ്സിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം, ഒരു നല്ല വീട്, കാർ, വിദേശയാത്രകൾ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ ഒരു വഴിയിലൂടെ നേടാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്നു. ആ വിശ്വാസം എത്രത്തോളം വലുതായിരുന്നെന്നറിയാമോ? ഈ രംഗത്തേക്ക് വന്ന് വെറും 3-ാമത്തെ മാസം അദ്ദേഹം അതുവരെ ചെയ്തിരുന്ന ജോലി രാജിവെച്ചു. ഒരു നിമിഷം, വെറും 3 മാസം കൊണ്ടാണോ ഈ തീരുമാനമെടുത്തത്? സാധാരണ ആളുകൾ വർഷങ്ങളെടുക്കുമല്ലോ ഇങ്ങനെയൊരു റിസ്ക് എടുക്കാൻ. അതെ. അത്രയ്ക്ക് വലിയൊരു ഉറപ്പ് അദ്ദേഹത്തിന് ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൃത്യമായി പറഞ്ഞാൽ അതാണ്. അതൊരു സാധാരണ ജോലിയുടെ വരുമാനത്തിനപ്പുറം ഒരു സമ്പത്ത് സൃഷ്ടിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് തനിക്ക് മുന്നിലുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നിട്ടോ? അദ്ദേഹം ആദ്യം ചേർന്ന കമ്പനിയിൽ ഒരു 7 വർഷത്തോളം പ്രവർത്തിച്ചു. ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ വളർച്ച ആ സമയത്ത് നേടാനും പറ്റി. പക്ഷേ അപ്പോഴും അദ്ദേഹം പൂർണ്ണമായി തൃപ്തനായിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഘടകം അവിടെ മിസ്സിംഗ് ആയിരുന്നു. എന്തായിരുന്നു അത്? സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരത. അതൊരു സംശയമാണ്. നല്ല വളർച്ചയുണ്ടായിട്ടും എന്തുകൊണ്ടാണൊരു സ്ഥിരതയില്ലായ്മ തോന്നിയത്?
വരുമാനം കൂടുന്നത് തന്നെയല്ലേ സ്ഥിരത? അതൊരു നല്ല ചോദ്യമാണ്. വരുമാനം മാത്രം പോരല്ലോ. ആ വരുമാനം സുരക്ഷിതമായിരിക്കണം. നാളെയും അത് വളരും എന്നൊരു ഉറപ്പ് വേണം. അതിനെയാണ് നമ്മൾ ശരിക്കുള്ള സാമ്പത്തിക സ്ഥിരത എന്ന് പറയുന്നത്. ശരിയാണ്. ഒരു പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ പഴയ സിസ്റ്റത്തിന് ഒരു ദീർഘകാല കാഴ്ചപ്പാടോ കൂടെയുള്ളവരെ വളർത്താൻ കൃത്യമായ ഒരു പദ്ധതിയോ ഉണ്ടായിരുന്നിരിക്കില്ല. ആ ഒരു സുരക്ഷിതത്വമില്ലായ്മ. അതെ, അതാണ് അദ്ദേഹത്തെ പുതിയ അവസരങ്ങൾ തേടാൻ പ്രേരിപ്പിച്ചത്. ആ അന്വേഷണമാണ് 2008 വെസ്റ്റീജ് എന്ന കമ്പനിയിൽ അദ്ദേഹത്തെ എത്തിക്കുന്നത്. 2008 ഫെബ്രുവരി 7. ആ ദിവസത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. അന്ന് അദ്ദേഹം വെസ്റ്റീജിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ഗൗതം ബാലിയെ കാണുന്നു. ആ കൂടിക്കാഴ്ച എങ്ങനെയാണ് ഒരു വഴിത്തിരിവായത്? എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ഒരു കാഴ്ചപ്പാടിന്റെ കൈമാറ്റമാണ്. ഒരു ബിസിനസ്സുകാരന് വേണ്ടത് പണമോ പ്രോഡക്റ്റോ മാത്രമല്ല, താൻ വിശ്വസിക്കുന്ന ഒരു ലീഡർഷിപ്പും വ്യക്തമായ ഒരു ഭാവിയുമാണ്. ശരിയാണ്. വിവേക് സക്സേനയുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾക്കും, കമ്പനിയുടെ ഭാവി, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, കൂടെയുള്ളവരുടെ വളർച്ച, സാമ്പത്തിക സുരക്ഷ, ഇതിനെല്ലാം ഗൗതം ബാലിയിൽ നിന്ന് വ്യക്തമായൊരു മറുപടി കിട്ടി. എന്തു മറുപടിയാണ് അദ്ദേഹത്തെ ആകർഷിച്ചത്? തന്റെ കൂടെ പ്രവർത്തിക്കുന്നവർ കോടീശ്വരന്മാരാകുന്നത് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ്. അതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ച ഘടകം. അതായത് കമ്പനി മാത്രം വളർന്നാൽ പോരാ, കൂടെയുള്ള ഓരോ വ്യക്തിയും വളരണം എന്നൊരു ചിന്ത. അതെ, ആ വിശ്വാസത്തിന്റെ പുറത്താണ് അദ്ദേഹം വെസ്റ്റീജിനൊപ്പം ചേരുന്നത്. ചേരുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അല്ലേ? അതെ, 6 വരുമാനം. 1,00,000 രൂപയ്ക്ക് മുകളിൽ മാസവരുമാനം നേടുക, അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വെസ്റ്റീജിന്റെ സിസ്റ്റം ഒരുപാട് സഹായിച്ചു കാണും. തീർച്ചയായും. വെസ്റ്റീജ് ഒരുക്കുന്ന ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ, വളരെ സിമ്പിളായ മാർക്കറ്റിംഗ് പ്ലാൻ, ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് വേഗം കൂട്ടി. എന്നിട്ട് ലക്ഷ്യം നേടിയോ? 2012 അദ്ദേഹം ആ ലക്ഷ്യം മറികടന്നു. അതിനുശേഷമുള്ള വളർച്ച ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇവിടെയാണ് എനിക്ക് കുറച്ചുകൂടി വിശദമായി അറിയേണ്ടത്. ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പലരും അവിടെ ഒതുങ്ങും. പക്ഷേ അദ്ദേഹത്തിന്റെ വരുമാനം 6 അക്കത്തിൽ നിന്ന് 7 അക്കത്തിലേക്ക്, അതായത് 10 ലക്ഷത്തിൽ മുകളിലേക്ക് വളർന്നു. അതെ, ഒരു ഘട്ടത്തില് അത് മാസം 40 ലക്ഷം വരെ എത്തിയെന്ന് സോഴ്സിൽ പറയുന്നു. എങ്ങനെയാണ് ഈ തരത്തിലുള്ളൊരു അതിവേഗ വളർച്ച സാധ്യമാകുന്നത്? എന്താണ് ഇതിന് പിന്നിലെ മെക്കാനിസം? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിസ്റ്റത്തിന്റെ ഭംഗി. ഓക്കെ. ഒരു ജോലിയില് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സമയത്തിന് ആനുപാതികമാണ്. 8 മണിക്കൂർ ജോലിക്ക് 8 മണിക്കൂറിന്റെ ശമ്പളം. അതിനൊരു ലിമിറ്റുണ്ട്. ശരിയാണ്. എന്നാൽ ഇവിടെ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ടീമിന്റെ വലിപ്പത്തിനും അവരുടെ പ്രകടനത്തിനും ആനുപാതികമാണ്. നിങ്ങൾ 10 പേരെ ഈ ബിസിനസ് പഠിപ്പിക്കുന്നു എന്ന് വെക്കുക. അവരോരോരുത്തരും 10 പേരെ വീതം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ടീം 100 പേരായി. മനസ്സിലായി. അവർ 10 പേരെ വീതം കൊണ്ടുവരുമ്പോൾ അത് 1000 നിങ്ങളുടെ ഓരോ മണിക്കൂർ അധ്വാനവും ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ ഫലമായി മാറുന്ന ഒരു ലിവറേജ് ഇവിടെയുണ്ട്. ഡ്യൂപ്ലിക്കേഷൻ. അതെ, ഈ ഡ്യൂപ്ലിക്കേഷൻ അഥവാ ശരിയായ കാര്യങ്ങൾ അതേപടി പകർത്തിക്കൊടുക്കുന്ന ആ ലളിതമായ പ്രക്രിയയാണ് ഈ അസാധാരണമായ വളർച്ചയ്ക്ക് പിന്നിൽ. അപ്പോൾ വ്യക്തിപരമായ കഴിവിനൊപ്പം ആർക്കും എളുപ്പത്തിൽ പകർത്താൻ കഴിയുന്ന ഒരു ലളിതമായ സിസ്റ്റം കൂടി ചേരുമ്പോഴാണ് ഈ മാജിക് സംഭവിക്കുന്നത്. കറക്റ്റ്. ഈ സാമ്പത്തിക വിജയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? പണം മാത്രമല്ലല്ലോ പ്രധാനം. തീർച്ചയായുമല്ല. ഏതൊരു വലിയ വിജയത്തിന്റെ പിന്നിലും കുടുംബത്തിന്റെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. ആ പിന്തുണയോടെ തന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി അദ്ദേഹം സ്വന്തമാക്കി. ഇന്ന് സ്വന്തമായി ഒരുപാട് കാറുകൾ, വീടുകളൊക്കെയുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ അതിനപ്പുറം മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ഏതൊരച്ഛന്റെയും വലിയ സ്വപ്നം അദ്ദേഹത്തിന് സാധിക്കാൻ കഴിഞ്ഞു. വിദേശയാത്രകളുടെ കാര്യം പറഞ്ഞാൽ പാസ്പോർട്ടിൽ വിസയടിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം തമാശയായി പറയുന്നുണ്ട്. അതായത് വെസ്റ്റീജ് നൽകുന്നത് ഒരു വരുമാനമല്ല, ഒരു പുതിയ ജീവിതശൈലി തന്നെയാണ്. അതെ. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഈ സോഴ്സിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ഒരുപക്ഷെ ഈ ബിസിനസ് മോഡലിന്റെ ഏറ്റവും ശക്തമായ വശമായിരിക്കാം. ഏതാണത്? തലമുറകളിലേക്കുള്ള സുരക്ഷ. അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി നിർത്തിയാൽ വരുമാനം നിൽക്കും. ഒരുപക്ഷെ ചെറിയൊരു പെൻഷൻ കിട്ടുമായിരിക്കും. അതെ. പക്ഷേ വിവേക് സക്സേന ഒരു കാര്യം പറയുന്നുണ്ട്.
അദ്ദേഹത്തോടൊപ്പം ഈ യാത്ര തുടങ്ങിയ എന്നാൽ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ചില സുഹൃത്തുക്കളുണ്ട്. ഓ. പക്ഷെ അവരുടെ കുടുംബങ്ങൾക്ക് ഇന്നും എല്ലാ മാസവും വെസ്റ്റീജിൽ നിന്ന് വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെങ്ങനെ? കാരണം അവർ പടുത്തുയർത്തിയ ആ നെറ്റ്വർക്ക് ഇന്നും പ്രവർത്തിക്കുന്നു. വിൽപ്പന നടക്കുന്നു, അതിന്റെ വരുമാനം നോമിനിയായി ചേർത്ത കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നു. അത് ശരിക്കും അവിശ്വസനീയമായി തോന്നുന്നു. അതെ, അതായത് നമ്മളുണ്ടാക്കുന്നത് ഒരു വരുമാന സ്രോതസ് മാത്രമല്ല, തലമുറകൾക്ക് കൈമാറാൻ കഴിയുന്ന ഒരു ബിസിനസ് അസറ്റാണ്. കൃത്യമായി പറഞ്ഞാൽ അതാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബം സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കും എന്നൊരുറപ്പ്. ഇതാണ് യഥാർത്ഥ സ്റ്റെബിലിറ്റി. അതെ, അതിനെ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്നതിനോട് ഉപമിക്കാം. എന്നും കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നയാൾക്ക് ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ അന്ന് വീട്ടിൽ വെള്ളമില്ല. ശരിയാണ്. എന്നാൽ ഒരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചാലോ, നിങ്ങൾ അവിടെയില്ലെങ്കിലും വെള്ളം വന്നുകൊണ്ടേയിരിക്കും. വെസ്റ്റീജ് സിസ്റ്റത്തിലൂടെ ഒരാൾ നിർമ്മിക്കുന്നത് അത്തരമൊരു സാമ്പത്തിക പൈപ്പ് ലൈനാണ്. 20 വർഷം പൂർത്തിയാക്കിയ, ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ സാന്നിധ്യമുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റീജ്. ആ വിശ്വാസ്യതയും ഈ സുരക്ഷയ്ക്കൊരു പ്രധാന കാരണമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച നമുക്കൊന്ന് ചുരുക്കി നോക്കാം. തീർച്ചയായും. സാധാരണക്കാരന്റെ അതേ സംശയങ്ങളുമായി കരിയർ തുടങ്ങിയ ഒരാൾ, മുതൽ മുടക്കും റിസ്ക്കുമില്ലാത്ത എന്നാൽ വലിയ സാധ്യതകളുള്ള ഒരു ശരിയായ സിസ്റ്റം കണ്ടെത്തി. ആ സിസ്റ്റത്തെ മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചപ്പോൾ സ്വപ്നം കണ്ടതിന്റെ അപ്പുറമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതെ. വ്യക്തിപരമായ വളർച്ച, സാമ്പത്തിക സ്വാതന്ത്ര്യം, അതിലുപരി തലമുറകൾക്ക് കൈമാറാൻ കഴിയുന്ന ഒരു സുരക്ഷിതത്വം. ഇതാണ് വിവേക് സക്സേനയുടെ വെസ്റ്റീജിലൂടെയുള്ള യാത്ര നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. തീർച്ചയായും. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചോദിക്കാം. നമ്മളെല്ലാവരും സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല, അതൊരു ജോലിയാകാം, ഒരു സാധാരണ ബിസിനസ്സാകാം. അത് നിങ്ങൾക്ക് എത്ര കാലം സുരക്ഷ നൽകും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വഴികൾക്കപ്പുറം സാധാരണക്കാർക്ക് പോലും അസാധാരണമായ വിജയം നേടാൻ സഹായിക്കുന്ന ലളിതമായ സിസ്റ്റങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ്. ശരിയാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് അത്തരമൊരു സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കില്ലേ?